Very good morning to you again. പ്ലസ് വണ്ണിൻ്റെ വേറൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഓൾറെഡി ചെയ്ത് തീർത്ത 3 ലെസൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 ലെസൺസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡിസെൻഡിങ് ഓർഡർ വായിച്ച് നോക്കിയാൽ കേസ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, ദെൻ വി സ്റ്റഡിഡ് ഐ ഫ്ലൈ, ദെൻ ഫസ്റ്റ് ഫ്ലൈറ്റ്. ആ യൂണിറ്റിലെ അവസാനത്തെ പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ദ ലാസ്റ്റ് ലെസൺ ഓഫ് ദ ഫസ്റ്റ് യൂണിറ്റ് ഈസ് എ പോയം. ഇതൊരു പോം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദ പോം ഈസ് കോൾഡ് വെരി സിമ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് ഇഫ് എന്നാണ് അതിൻ്റെ പേര്. ഇഫ് മീൻസ് നമ്മൾ പറയല്ലേ, ഒരു കണ്ടീഷണൽ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്നത്. ആ കണ്ടീഷണൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കുറേ ടേംസിൽ തന്നെയാണ് നമ്മൾ ഈ കവിതയിലും ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലേ, ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇഫ് ഐ ഗോട്ട് ഗുഡ് സാലറി, നല്ല സാലറി കിട്ടുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പം അതുപോലെയുള്ളൊരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കവിത ക്രിയേറ്റ് ചെയ്തത്. And first of all, I would like to tell some lines about the writer or the author. And on this time, he is called Joseph Rudyard Kipling. കിപ്ലിംഗ് എന്ന് പൊതുവെ ഇയാൾ അറിയപ്പെടും. പൂർണ്ണമായ പേരെന്താണ്? ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്നാണ് ഈ റൈറ്ററുടെ പേര്. ഓക്കെ, അപ്പോൾ നോക്കാം ഇയാൾ ആരാണെന്ന്. 1863 ജനിച്ചു. 1936 വരെ കാലഘട്ടം ജീവിച്ചിരുന്ന അറിയപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ് ആരെന്ന് പറയുന്നത് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ സംതിങ് അബൌട്ട് ദ author and his personality and his view and his perspective. ഇതൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, മിക്കവാറും അദ്ദേഹത്തിന്റെ കവിതകൾ എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്യുന്നത്. That is why there is the relevance of the author's profile. ഓഥറിന്റെ പ്രൊഫൈൽ വായിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതിനുള്ളിൽ we can feel correctly about the concept of the poem. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റോറി ടെല്ലറാണ്. At the same time he is a poet and novelist. ഇതിൽ ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ആൻഡ് ഹി വാസ് ബോൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലാണ് പുള്ളി ജനിച്ചത്. ഓഫ് ദി ബ്രിട്ടീഷ് പാരൻസ്. പാരൻസ് ഫോറിനേഴ്സ് ആയിരുന്നു. എന്താണ്, ജനിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ. അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു ഇൻബോൺ ഇന്റിമസി ഇയാൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇന്ത്യൻ കൾച്ചറിനോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യൻ ലൈഫിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാം പുള്ളി പലപ്പോഴും തൻ്റെ പല റൈറ്റിങ്സുകളും പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനിച്ചത് ഒരു ഇന്ത്യക്കാരനായിട്ടാണ്, പക്ഷേ ആക്ച്വലി പുള്ളി ആരെന്ന് പറഞ്ഞാൽ ഒരു വിദേശിയാണ് ആരെന്ന് പറയുന്ന, ഒരു ഇംഗ്ലീഷുകാരനാണ് ആരെന്ന് പറയുന്നത് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്ന ഈ പോയിന്റ്. നിങ്ങൾ ടെസ്റ്റിൽ ഒരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. സിമ്പിൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് ഈസ് ദ റൈറ്റർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. Is a poem. What's the title of the poem? The title of the poem is known as If. If എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ആണെങ്കിൽ അല്ലേ, അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടെസ്റ്റിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ വായിക്കാം. We have read about a few personalities and identified some of the qualities of greatness. നമ്മൾ ഇത്രയും 3 പാഠങ്ങളിൽ വായിച്ചത് മനസ്സിലാക്കിയ ഗ്രേറ്റ്നെസിന്റെ വ്യത്യസ്തമായ തലങ്ങളാണ്. എന്താണ് ഗ്രേറ്റ്നെസ്? ഓരോ ആൾക്കാരുടെയും ഗ്രേറ്റ്നെസിന്റെ ഡെപ്ത് എന്താണ്, എങ്ങനെയാണ് ഗ്രേറ്റ്നെസ് ഒരു വ്യക്തിയുടെ യൂണിക്നെസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള ഒരു 3 പാഠങ്ങൾ ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ടൈം വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ പോം ഫോർ +1. അതാണ് ഏത്, ഇഫ് എന്ന് പറയുന്ന കവിത. And this poem is a didactic in appearance. Didactic poem. നമുക്ക് ഒരാളത് കേട്ടിട്ട് നമുക്കൊരു പ്രബോധനം ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു മാനസികമായി നമുക്കൊരു ചേഞ്ചുകൾ ഉണ്ടാക്കാൻ ചിലപ്പോൾ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇതിൽ അത്രയും പറയുന്ന വളരെ സിമ്പിളായി പറയുന്നത് ഡിഡാക്റ്റിക് മീൻസ് വാട്ട്, എ പോയം ഓഫ് അഡ്വൈസ് എന്നാണ്. അഡ്വൈസ്, ഉപദേശം. അപ്പോൾ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുന്ന കുറെ ഉപദേശങ്ങളായിരിക്കാം ഒരുപക്ഷേ കവിതയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, വായിച്ചു പോകുന്നത്. ദ പോയം ഈസ് ബിൽറ്റ് ഇൻ ദ ഫോം ഓഫ് എൻ അഡ്വൈസ്. ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് നല്ല നല്ല
ഗ്രേറ്റ് പോയിന്റ്സുകൾ എന്താണ്, അഡ്വൈസ് പോയിന്റ്സുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതേ ആ ഒരു ശ്രേണിയിൽപ്പെടുത്താവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഉപദേശ കാവ്യമാണ് എന്ന് പറയുന്നത് ഇഫ് എന്ന് പറയുന്ന കവിത. ഇഫ് ഈസ് എ ഡിഡാക്റ്റീവ് പോം വിച്ച് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ, അല്ലേ? അവിടെയും കുറെ കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടീഷണൽ ഫുൾഫിൽമെന്റ്, കുറെ കണ്ടീഷൻസ് പറയുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കും, ഇറ്റ് ഈസ് എ ഫുൾഫില്ലിംഗ് പോയം. നമ്മൾ കുറെ കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, നല്ലപോലെ പഠിച്ച് നല്ല മാർക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, അല്ലേ? അപ്പൊ ആ കണ്ടീഷൻസുകൾ നമ്മൾ പറയുന്നതെല്ലാം ഫോളോ ചെയ്താൽ ആൻഡ് വി ക്യാൻ ഫുൾഫിൽ ഓൾ റിയാലിറ്റീസ്. where the poet describes the traits, ആ വാക്ക് ശ്രദ്ധിച്ചോളണം, TRAITS. traits means അർത്ഥം എന്താണ്, ക്യാരക്ടറിസ്റ്റിക്കൽ ക്വാളിറ്റീസ് എന്നർത്ഥം. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന ചില ഗുണഗണങ്ങളാണ് ഇത് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ട്രേറ്റ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ, അല്ലെ? അങ്ങനെ പറയുന്ന വാക്കാണ് പെർഫെക്റ്റ് മാൻ, ജെന്റിൽമാൻ എന്നൊക്കെ പറയുന്ന കാര്യം. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാ സെൻസിലും ജെന്റിലാണ്, ജെന്റിൽ ബോയ് ആണ്, അല്ലെ, ജെന്റിൽ ലേഡിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? അപ്പൊ ആ പെർഫെക്റ്റ്നെസ്സുള്ള യാത്രയാണ് യഥാർത്ഥത്തിൽ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. എവറി മൊമെന്റ് ഓഫ് അവർ ലൈഫ് വി ആർ ട്രൈങ് ടു റെക്ടിഫൈ ദി എറേഴ്സ് ആൻഡ് വി ഹാവ് ആൻ ഇന്റൻഷൻ ടു റീച്ച് ദ ഡെസിഗ്നേഷൻ കോൾഡ് പെർഫെക്റ്റ്നെസ്. നമ്മളെപ്പോഴും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരാണ്. ബിക്കോസ് മിസ്റ്റേക്സുകളും കുറവുകളും സ്വാഭാവികമാകും. മിസ്റ്റേക്സ് ആർ കോമൺ. ആ മിസ്റ്റേക്ക് ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെക്കൻഡ് ടൈമിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ മിസ്റ്റേക്ക് നമ്മൾ എന്തായി മാറി, ഫ്രീ ആയിട്ട് മാറും, അല്ലേ? അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ. ആൻഡ് വി ഷുഡ് മേക്ക് എ ലൈഫ്. എറേഴ്സ് ആർ കോമൺ, അല്ലേ? ആദ്യം ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായി പോകും, നമുക്ക് അറിയാതെ ചെയ്തു പോകുന്നതായിരിക്കും. ആൻഡ് രണ്ടാമത്തെ പ്രാവശ്യവും ഇഫ് ഹി ഈസ് കമ്മിറ്റിംഗ് ദ സെയിം മിസ്റ്റേക്ക്, the world will never accept him. It is a mistake. That is a deliberate attempt of the man. അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അതിനൊരിക്കലും അറിയാതെ പോയ തെറ്റ് നമുക്ക് ഒരിക്കലും ഒരു ഡെഫിനിഷൻ അതിന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആരെങ്കിലും പെർഫെക്റ്റ് ആണോ? ചില ഈ സിനിമ അല്ലെങ്കിൽ ടി വിയിലെ കാണുന്ന പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. റൈമണ്ട്സ് എന്ന് പറയുന്ന തുണിത്തരങ്ങളുടെ പരസ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എ കംപ്ലീറ്റ് മാൻ. സത്യത്തിൽ ആരെങ്കിലും കംപ്ലീറ്റ് ആണ്? ആർക്കും കംപ്ലീറ്റ്നെസ് ആകാനുള്ള ഒരു അവസ്ഥയൊന്നുമില്ല. എല്ലാവർക്കും ഇപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള സ്ട്രെങ്തും വീക്ക്നെസ്സും ഡ്രോബാക്കും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പൊ അത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നതോടൊപ്പം കുറേശ്ശെ ഐ വിൽ ട്രൈ ടു റെക്ടിഫൈ. ഐ ആം ഓൺ ദ വേ, ഒരു കണക്ക് പറഞ്ഞാൽ ടു ബിക്കെയിം പെർഫെക്റ്റ് മാൻ. അപ്പൊ ഞാനിവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അത് പലരും പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യം നമ്മൾ ഉൾക്കൊള്ളുക. ആൻഡ് ദീസ് ആർ തിങ്സ് വി ഹാവ് ടു മെയിൻറ്റെയിൻ അച്ചീവിംഗ് ദാറ്റ് ഗ്രേറ്റ് പൊസിഷൻ. Traits of perfect man. Enjoy reading this poem. അപ്പോൾ if is a poem about what എന്ന് ചോദിച്ചെന്ന് പറയാൻ പറ്റുക. The poem tells us what are the basic traits enable a man to become a perfect one. ഒരു വ്യക്തിയെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്ന കുറേ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്യുന്ന ഒരു പാഠമാണ്, ഒരു കവിതയാണ് ഏത് ലെസൺ ഇഫ് എന്ന് പറയും നമ്മൾ പഠിക്കാൻ പോകുന്ന. അപ്പോൾ ഈ ഓം വായിച്ചിട്ടെങ്കിൽ നിങ്ങൾ അത്രയുള്ളവയാണോ എന്ന് ഒരു സെൽഫ് എക്സാമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ജഡ്ജ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഈ പോയം വായിച്ചിട്ട് ഈ ക്ലാസ് കഴിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും എന്തായി മാറണം, ദേ ഷുഡ് ബി പെർഫെക്റ്റ് ബോയ്സ് ആൻഡ് പെർഫെക്റ്റ് ഗേൾസ്. ഒരു ജന്മമല്ലേ ഉള്ളൂ, അത് എല്ലാ അർത്ഥത്തിലും പെർഫെക്റ്റ് ആയി തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. നല്ലവനായി നമ്മുടെ കൊച്ചിലേക്ക് കേട്ടിട്ടുള്ളതല്ലേ, ചീത്തയാകാൻ നമുക്ക് ഒരു പക്ഷെ സെക്കൻഡുകൾ പോലും വേണ്ടി വരാത്ത അവസ്ഥയാണ്. ഡോണ്ട് സ്പോയിൽ ദ ഗോഡ് ഗിവൺ പ്രോസ്പെരിറ്റീസ്. ഈശ്വരൻ തന്ന ഒരുപാട് പ്രോസ്പെരിറ്റികളും നന്മകളും നമുക്കുണ്ട്, അത് നമ്മളായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ട്രൈ ടു സ്പോയിൽ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു ഡിഡാക്റ്റിക് ഫോർമാറ്റിലാണ് നമ്മൾ ഈ കവിത എന്ത് ചെയ്യുന്നത്, വായിച്ച് പോകുന്നത് കേട്ടോ. ആരാ എഴുതിയത്? ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് ഈസ് ദ പോയറ്റ്. ടൈറ്റിൽ ഈസ് കോൾഡ് ഇഫ്. ഞാൻ കുറേ കണ്ടീഷൻസ് നിങ്ങളോട് പറയും, ആ കണ്ടീഷനുകൾ കേൾക്കുക. ലിസണിങ് ഈസ് ദ ഫസ്റ്റ് ക്വാളിറ്റി. എന്നിട്ട് അത് നിങ്ങളിൽ എത്രത്തോളം ശരിയാണ്
എന്ന് നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീണ്ടും നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരികാനും നമ്മുടെ എറേഴ്സിനെയൊക്കെ മാറ്റാനും അത് സഹായിക്കുകയും ചെയ്യുന്നതാവണം ഏത് പോയം ഇഫ് എന്ന് പറയുന്ന കവിത. അപ്പോൾ ഞാൻ പോയം വായിക്കാം, ടെസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കിക്കോളും കേട്ടോ. യെസ്, ഫസ്റ്റ് ലൈൻ വായിക്കുകയാണ്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലൂസിംഗ് theirs and blaming it on you. If you can trust yourself when all men doubt you, but make allowance of their doubting too. ഇതാണ് ആദ്യത്തെ 4 വരി പറഞ്ഞിരിക്കുന്നത്. And in these 4 lines expresses the qualities of a perfect gentleman. ഈ ജെന്റിൽമാൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ പറയുക, ഉത്തമനായ മനുഷ്യൻ. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ 100% പെർഫെക്റ്റ്നെസ് ഒന്നും ആർക്കും ആകാൻ പറ്റില്ല. ഇല്ല, ആകാൻ പറ്റില്ല, ഇല്ല. ചിലപ്പോൾ നമുക്ക് അതിൻ്റെതായ ഡ്രോബാക്കുകളും പ്രശ്നങ്ങളൊക്കെ വരാം. കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രോബാക്സിന് മാറ്റുമ്പോഴാണ് നമ്മൾ എന്തേ മാറുന്നത്, ഉത്തമൻ ആയിട്ട് മാറുന്നത്, അല്ലേ? പെർഫെക്റ്റ് മാൻ ആയിട്ട് മാറുന്നത് അപ്പോൾ മാത്രം ആയിരിക്കും, അല്ലേ? അപ്പോൾ ഒരു ഉത്തമനായ മനുഷ്യൻ അയാൾ എന്താണ്, കുറേ ക്വാളിറ്റികളുള്ള ആളായിരിക്കും. ഐ മീൻ കുറേ സന്തുലിതമായിട്ടുള്ള ക്വാളിറ്റികളുള്ള ആളായിരിക്കും, അല്ലേ? അപ്പോൾ അദ്ദേഹം ആൻഡ് ഹി മേ ബി എ ഗ്രേറ്റ് പേഴ്സൺ ഓഫ് ഗ്രേറ്റ് എന്താണ്, ഈ നല്ല മര്യാദയും നല്ല പെരുമാറ്റ രീതികളൊക്കെ ഉള്ള ആളാണെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ജെന്റിൽ മാൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ തീർച്ചയായും ഇങ്ങനെയുള്ള ആളായിരിക്കണം. ഈ നമ്മൾ പറയാറില്ല, ഈ തലമുറ എണ്ണ തേക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്നൊരു പഴഞ്ചൊല്ലും മുല്ലാണ്ട് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരാളൊന്നും ആകാൻ പാടില്ല, അല്ലേ? നമ്മളെപ്പോഴും എവറി മൊമെന്റ് വി ഷുഡ് ഫീൽ വാട്ട് വി ആർ. അത് ഏത് അഡ്വേഴ്സിറ്റി ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്, ഏത് മോശമായ സാഹചര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ ഐഡന്റിറ്റി വെൽ. ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു. നിങ്ങളെ കുറിച്ച് ഇപ്പൊ എന്നെ കുറിച്ച് തന്നെ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറയണം എന്നില്ല, ഇല്ലേ? കാരണം എൻ്റെ നേച്ചറും അല്ലെങ്കിൽ എൻ്റെ രീതികളും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ 1-2 പേര് മാത്രമായിരിക്കും. കൂടുതൽ ആൾക്കാരും അത് ഇഷ്ടപ്പെടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഞാൻ അതൊന്നും ബോധന ചെയ്യാം, അതൊന്നും എൻ്റെ സബ്ജക്റ്റേ അല്ല, അല്ലേ? വാട്ട് എവർ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ഒപ്പീനിയൻസിന് വേണ്ടി ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഞാൻ പിന്നാലെ പോകാറില്ല. ബിക്കോസ് എനിക്ക് എൻ്റെതായിട്ടുള്ള കോൺഫിഡൻസ് എല്ലാം ദാറ്റ് ഇസ് മൈൻ, അല്ലേ? അതാണ് ഞാനാക്കി മാറ്റുന്ന ക്വാളിറ്റി, എൻ്റെ ആത്മവിശ്വാസം. അപ്പോൾ ഒരു പെർഫെക്റ്റ് മാൻ മറ്റുള്ള ആൾക്കാർ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞ കേട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ടേക്ക് എ ഡിസിഷൻ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നോക്കി വിളിക്കുകയാണ്, കള്ള എന്ന് വിളിക്കുമ്പോൾ ചില ആൾക്കാർ പറയും, നീ വിളിച്ചത് എന്നെയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ കള്ളനല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലൂസിംഗ് ദെയർ ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. ചില ആൾക്കാർ എന്ത് ചെയ്യപ്പെടും, നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യപ്പെടും, നിങ്ങളെല്ലാം എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിരിക്കാം, അല്ലേ? അപ്പോൾ ആരുടെ ഫ്രണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ട്രൈ ടു ലൂസ് യുവർ കോൺഫിഡൻസ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു ഉത്തമനായ മനുഷ്യൻ ഒരിക്കലും ആരുടെയും ഫ്രണ്ടിൽ എന്ത് ചെയ്യുന്നില്ല, തല കുനിക്കുന്നവനായിരിക്കത്തില്ല. കാരണം അവനറിയാം അവൻ ആരാണ്. പിന്നെ അവൻ ഒരിക്കലും ആരുടെ ഫ്രണ്ടിൽ പോയി എന്ത് ചെയ്യേണ്ട കാര്യം വരുന്നില്ല, തൻ്റെ തല കുനിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാകുന്നില്ല. ആർ ലൂസിംഗ് ദെയർ ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. തീർച്ചയായിട്ടും അയാളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരിക്കലും അതൊന്നും കേട്ടെന്ത് ചെയ്യാറില്ല, പതർന്ന ഒരാളാകാൻ പാടില്ല. കാരണം ആൾക്കാർ എന്ത് വേണോ പറഞ്ഞോട്ടെ, ആൾക്കാർ എന്ത് പറഞ്ഞാലും തനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ, ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആൻഡ് ദാറ്റ് ഇസ് ദ സൈൻ ഓഫ് എ ജെന്റിൽമാൻ. ഒരു ജെന്റിൽമാന്റെ സൈൻ എന്തായിരിക്കണം, അയാൾ എപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആളായിരിക്കണം. ആൾക്കാർ തന്നെ കുറിച്ച് എന്ത് പറഞ്ഞാൽ പോലും തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അയാളുടെ ഐഡന്റിറ്റിയാണ്. എല്ലാവരും എന്നെ കുറിച്ചായാലും നിങ്ങളെ കുറിച്ചായാലും എല്ലാവരും 100 പേരെടുത്താൽ 100 പേര് 100 അഭിപ്രായങ്ങൾ പറയുന്നവരായിരിക്കാം. ഈ അഭിപ്രായങ്ങളല്ല നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത്, അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ശ്രദ്ധിക്കണം. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ എബൌട്ട് യു ആർ ലൂസിംഗ് theirs ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു.
ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ്. കാരണം ആരുടെ ഫ്രണ്ടിലും പോയി തലകുനിക്കേണ്ട കാര്യമില്ല. ആരുടെ ഫ്രണ്ടിൽ നമ്മൾ മോശക്കാരാണ് എന്ന് സ്വയം തോന്നേണ്ട ഒരു രീതിയല്ല. പരിഹാസ കഥാപാത്രമാകേണ്ട ഒരു കാര്യമില്ല. കാരണം എപ്പോഴാണ് ഇഫ് യു ഹാവ് കോൺഫിഡൻസ്, ഇഫ് യു ഹാവ് ട്രസ്റ്റ് യുവർ സെൽഫ്, നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ യാതൊരു വിഷമങ്ങളും ഉണ്ടാവത്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും അയാളെ സംശയിച്ചാലും എല്ലാവരും അയാളെ കുറിച്ച് മോശമായി പറഞ്ഞാലും ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആക്കിയത്. കാരണം നമുക്ക് എന്താണ്, ഇഫ് വി ഹാവ് സെൽഫ് കോൺഫിഡൻസ് there is no issues. If you can trust yourself when all men doubt you. അല്ലേ? ഇപ്പൊ ക്ലാസ് ചെയ്ത് പഠിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായി, എല്ലാവരും നിങ്ങളെ സംശയിച്ചാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എന്തായി നിങ്ങൾ അറിയില്ലേ, നിങ്ങൾ എന്താ പേടിക്കണേ? അപ്പോൾ മറ്റുള്ള ആൾക്കാർ സംശയിച്ചാൽ ആ സംശയങ്ങൾക്ക് ഒരിക്കലും കീഴ്പ്പെട്ടു പോകുന്നവനാകാൻ പാടില്ല. ആരെന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ. ജെന്റിൽമാൻ എപ്പോഴും തന്റെ ശിരസ് ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നവനായിരിക്കണം. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് കണ്ടിട്ടില്ലേ, അയാൾ നിൽക്കുന്ന ആ നിൽപ്പ് തന്നെ വല്ലാത്തൊരു ഇതാണ്, ഒരു മസിൽമാൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിഗർ ആ പുള്ളിയുടെ. കൈയൊക്കെ ബാക്കിൽ കെട്ടി നെഞ്ചക്കിങ്ങനെ വിരിച്ചിരിക്കുന്ന അതെന്താണ്, ഈസ് എ സൈൻ ഓഫ് ഹിസ് എന്താണ് ബോൾഡ്നെസ്. അതുപോലെ ആവണം. നമ്മൾ എവിടെയും ആരുടെ ഫ്രണ്ടിലും പോയി തലകുനിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ കുറിച്ച് നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ട്രൈറ്റ് ഇൻസെർട്ടഡ് ഇൻ യു. നിങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയും അത് തന്നെ ആയിരിക്കും, നോ ഡൗട്ട്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർസെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലവൻസ്. അല്ലേ? ഇപ്പൊ എന്നെ ഒരാൾ സംശയിച്ചു, ഉടനെ ഞാൻ ആ സംശയത്തിന് അഡിക്റ്റ് ആകുകയല്ല വേണ്ട. പറഞ്ഞോട്ടെ, അവൻ എന്നെ കുറിച്ച് സംശയിച്ചോട്ടെ, എൻ്റെ ഒരു ഔദാര്യമായിട്ട് അത് കണക്കാക്കും. കാരണം അവന് സംശയിക്കാൻ തോന്നിയത് സംശയിക്കട്ടെ, ഞാനായിട്ട് സംശയിക്കണ്ട എന്ന് പറയുന്നില്ല. ബട്ട് ആ സംശയത്തിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഐ വിൽ നോട്ട് ബി, ഞാൻ ഒരിക്കലും ആ സംശയത്തിൽ എന്ത് ചെയ്യത്തില്ല, ആകില്ല. ബട്ട് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. അല്ലെ? അപ്പൊ ഒരു ജെന്റിൽമാൻ തന്നെ ആരെങ്കിലും സംശയിച്ചാൽ അയാൾ ഒരിക്കലും അതുപോലെ മറ്റുള്ളവർ സംശയിക്കുകയല്ല വേണ്ടത്. അല്ലെ? അദ്ദേഹം ഒരിക്കലും മറ്റുള്ളവർ സംശയിക്കാൻ പോകാൻ പാടില്ല. കാരണം തനിക്ക് തന്നെ അറിയാമെങ്കിൽ തന്നെ അതിനെ മറ്റുള്ളവർ സംശയിക്കുന്നത്. ദർ ഇസ് നോ സ്കോപ്പ് ഓഫ് ഡൗട്ടിങ് ഓഫ് അതേഴ്സ്. അപ്പൊ എല്ലാവരും അയാളെ സംശയിച്ചാലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്വയം സംശയിക്കപ്പെടും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ സ്വയം സംശയിക്കത്തില്ലല്ലോ. ഇതാണ് നമുക്ക് ഏറ്റവും വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. അതേസമയം അയാൾ മറ്റുള്ളവരുടെ എല്ലാം സംശയങ്ങൾ ഉൾക്കൊള്ളുന്നവനുമായിരിക്കണം. അയാൾ എന്നെ സംശയിച്ചു, അല്ലേ? അപ്പോൾ അയാൾ പറയും അയാൾ എങ്ങനെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾ സംശയിച്ച് തെറ്റൊന്നുമില്ല, അത് സ്വാഭാവികം മാത്രമാണ്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ആരെയും സംശയിച്ചു, അല്ലേ? അപ്പോൾ മറ്റുള്ള സംശയങ്ങൾ ചിലപ്പോൾ അയാൾ ഉൾക്കൊള്ളണം. കാരണം ആ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും പുള്ളി എന്ത് ചെയ്യുക, ഒരാളെ സംശയിക്കുക. അപ്പോൾ നമ്മൾ ആ സംശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നവനുമായിരിക്കണം. മറിച്ച് മറ്റൊരാളെ സംശയിക്കുന്ന ഒരാളാകാൻ പാടില്ല. ആരെന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ. ഓക്കെ, മനസ്സിലായോ? ബട്ട് മേക്ക് അലവൻസ് ഓഫ് ദെയർ ഡൗട്ടിങ് ടു ഇഫ് യു ക്യാൻ വെയിറ്റ്. അപ്പോൾ രണ്ട് ക്വാളിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ജെന്റിൽമാൻ എപ്പോഴും അയാളുടെ ഹെഡ് എപ്പോഴും എന്ത് ചെയ്യണം, ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കും. ഹി ഷുഡ് കീപ് ഓൾവേസ് ഹിസ് ഹെഡ്. ഇതാണ് വളരെ ബോൾഡായിട്ടും ഫോർവേഡ് ലെവലിൽ എന്ത് ചെയ്യണം, എപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നതായിരിക്കണം. ഈ തല കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെല്ലാം പൊതുവെ കള്ളന്മാരാണ്. എന്തെങ്കിലും പറയുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറയാറില്ല. ദാറ്റ്സ് എ ക്വാളിറ്റി ഓഫ് എ മാൻസ് കോൺഫിഡൻസ്. ചിലർക്ക് അതിൽ എന്ത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളണം കേട്ടാ. അയാളെ കണ്ണുകൾ മൂവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഈ വലത്തേക്കെണ്ണ ഇടത്തേക്കെണ്ണ ഉണ്ടാകുന്ന മൂവ്മെന്റ്സ് ഉണ്ട്, അത് അറിയുന്നത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? നമ്മളൊരാളുടെ കള്ളം പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഈ വലത്തേക്കെണ്ണ ഉണ്ടാകുന്ന വേരിയേഷൻ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും പറയുന്ന കള്ളമാണ്. ഒരാൾ മുഖത്ത് സംസാരിക്കുമ്പോൾ അയാൾ കണ്ണുകൾ വലത്തോട്ടാണോ ഇടത്തോട്ടാണോ പോകുന്നത്, തീർച്ചയായിട്ടും ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പോലും പറയുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സത്യമാണ് കേട്ടോ. ഇഫ് യു ക്യാൻ വെയിറ്റ്. അപ്പോൾ ഒരു ജെന്റിൽമാൻ എപ്പോഴും എന്തായിരിക്കണം, തന്റെ തല ഉയർത്തിപ്പിടിക്കുന്നവനായിരിക്കണം. മറ്റുള്ളവർ ഒരിക്കലും സംശയിക്കുന്നവരാകാൻ പാടില്ല. തന്നെ കുറിച്ച് ആരും സംശയിച്ചാൽ പോലും എന്താണ്, അത് തെറ്റാണെന്നും അല്ലെ, അത് തനിക്ക് ആത്മവിശ്വാസമുള്ള കാര്യമാണെന്നും സ്വയം പറഞ്ഞ് ബോധ്യപ്പെടാൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആൻഡ് വി ഷുഡ് ഹാവ് എ മൈൻഡ്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകണം. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ഓഫ് വെയിറ്റ്. നമ്മളെല്ലാവരും പറഞ്ഞ വാക്കാണ് പേഷ്യൻസ്, ക്ഷമ. പറച്ചിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല, അല്ലേ? ഇപ്പൊ സമാധാനപരമായിട്ടുള്ള ഒരു മാർച്ച് നമ്മൾ ആരംഭിച്ചു അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്തു. ഇതൊരു നോൺ വയലൻസുമായി ബന്ധപ്പെട്ട മൂവ്മെന്റ് ആയിരിക്കും. തുടക്കമൊക്കെ വളരെ ശാന്തമായിരിക്കും.
അവസാനം എന്ത് ചെയ്യും മാറും? അത് വളരെയധികം വയലൻസിലേക്ക് മാറും. ലൈക്ക് ദ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ? ദ ബിഗിനിങ് ഓഫ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒക്കെ വളരെ ഗ്രേറ്റ് ആയിരുന്നു. ഫെഡറലിറ്റി, ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്ന ഗ്രേറ്റ് ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബട്ട് ടുവേഴ്സ് അഗൈൻ ഇറ്റ് വിൽ ബിക്കം എ ഗ്രേറ്റ് ഡിസാസ്റ്റർ ഇൻ ദിസ് വേൾഡ്. അതുപോലെ ആകാൻ പാടില്ല. ഇഫ് യു ആർ എ മാൻ, ഇഫ് യു ആർ എ ഗ്രേറ്റ് ജെന്റിൽമാൻ, യു ഷുഡ് ഹാവ് പേഷ്യൻസ്. ക്ഷമയാണ് ഗമ എന്നാരാ പറഞ്ഞ? ഗാന്ധിജിയാണ്. ക്ഷമിക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം അല്ലേ? നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ വയലന്റ് ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും ഒരു തീരുമാനങ്ങൾ പോലും എടുക്കരുത്. അതൊക്കെ നമ്മുടെ ലൈഫിൽ പിന്നെ എന്ത് ചെയ്യും? വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ്. ബൈ വെയിറ്റിംഗ്, വെയിറ്റ് ചെയ്യാൻ മനസ്സുണ്ടാവണം. വെയിറ്റ് ചെയ്യുന്നതിൽ പോലും പുള്ളിക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒരു അക്ഷമമായ ചിന്താഗതി പാടില്ല. ഞാൻ പറയും, ഞാൻ വെയിറ്റ് ചെയ്തു മടുത്തു എന്ന് പറയാം. വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും വെയിറ്റ് ചെയ്ത് മടുത്തു എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ലാത്ത ഒരവസ്ഥയായിരിക്കും. He won't make a complaint like this. And if you wait and not be tired of waiting or being lied about. അപ്പോൾ രണ്ടാമത് പറഞ്ഞ ക്വാളിറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ജെന്റിൽമാൻ എപ്പോഴും എന്നുള്ള ആളായിരിക്കണം? ഒരു പേഷ്യൻസ് ഉള്ള ആളാവണം. He should be a man of great patience. അയാൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഈ പേഷ്യൻസിന് വേണ്ടി പോലും പുള്ളി അക്ഷമയാകുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ മറ്റുള്ളവരുടെ സംശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഈ ക്ഷമിക്കാനും കാത്തിരിക്കാനും അയാൾക്ക് എന്തുണ്ടാവണം? ക്ഷമയുള്ള ആളായിരിക്കണം. ആരെന്ന് പറയുന്നത്? ഒരു ജെന്റിൽ മാൻ. ഓക്കെ, ഇനി ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട്. നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞാൽ നോർമലി നമ്മൾ അപ്പോഴേ പോയി റിയാക്ട് ചെയ്യും. ഒരു അടിയും ബഹളവും ഉണ്ടാക്കി അല്ലേ? വല്ലാത്തൊരു സീനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അതെന്താ പറയുന്നില്ല? ഈസ് നോട്ട് എ ഗുഡ് ക്വാളിറ്റി. അത് നല്ലൊരു ക്വാളിറ്റിയെ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ പേഷ്യൻസ് ഉള്ള ആൾ തീർച്ചയായിട്ടും പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ തന്നെ കുറിച്ച് ആരെങ്കിലും മോശമായ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? അത് കള്ളത്തരങ്ങളായാലും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഫീൽ ചെയ്യണം. കാരണം നമ്മൾ അങ്ങനെ അല്ലല്ലോ. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ വിശ്വസിക്കാനായിട്ട് പോകുന്നത് അല്ലേ? അതാണ് പറയുന്നത്. ഓർ ബീങ് ലെയ്ഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നിങ്ങളെ കുറിച്ച് അറിയാൻ കള്ളം പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് പോലും കള്ളങ്ങൾ പറയാൻ പാടില്ല അല്ലേ? കാരണം അങ്ങനെ കള്ളങ്ങൾ പറയുന്ന ഒരാളാകാൻ പാടില്ല ജെന്റിൽമാൻ. ഇപ്പൊ എന്നെ കുറിച്ച് ആൾക്കാർ ഇല്ലാത്ത പറയില്ല. അപ്പൊ കള്ളത്തിനോട് പറഞ്ഞാൽ ഞാനത് കേട്ടിട്ട് അയാളെ കുറിച്ച് ഞാനും കള്ളം പറഞ്ഞാൽ ഞാനും അയാളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ആയിരിക്കും. ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് അല്ലേ? ഓർ ബീങ് ലൈഡ് അബൌട്ട് വോണ്ട് ഡീൽ ഇൻ ലൈസ് ഓർ ബീങ് ഹേറ്റഡ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഹെയ്റ്റ് എന്ന് പറയുന്നത്. വെറുക്കല് അല്ലേ? എന്നൊരാൾ വെറുത്തുവെങ്കിൽ തീർച്ചയായിട്ടും അത് അയാൾ എന്നിൽ കണ്ട ഏതോ ഒരു അപര്യാപ്തത കൊണ്ടാണ് വെറുക്കുന്നത്. ഞാനൊരിക്കലും അയാളെ വെറുക്കാൻ പോകേണ്ട കാര്യമില്ല അല്ലേ? അയാൾ അങ്ങനെയാകുമ്പോൾ ഞാൻ അങ്ങനെ ആകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആകുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും പാടില്ല. ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗീവ് എവേ ഓഫ് ഹേറ്റിംഗ് അല്ലേ? അപ്പോൾ തികഞ്ഞ ഒരു പെർഫെക്റ്റ് മനുഷ്യൻ ഒരിക്കലും പോലും എന്ത് ചെയ്യാൻ പാടില്ല? പേഷ്യൻസ് കളയുന്ന ആകാൻ പാടില്ല. മറ്റുള്ള ആൾക്ക് തന്നെ കുറിച്ച് എന്ത് നുണകൾ പറഞ്ഞാലും എന്ത് കള്ളത്തരം പറഞ്ഞാലും എന്ത് ചെയ്യാൻ പാടില്ല? അതേ നുണകൾ അദ്ദേഹം നടത്തുകയോ ആ പറഞ്ഞ ആൾക്കാരെ വെറുക്കുകയോ വെറുപ്പുള്ളതാക്കുന്ന സംഭാഷണം ഉണ്ടാക്കുകയോ ചെയ്യുന്ന ആളാകാനും പാടില്ല അല്ലേ? അപ്പോ നുണ പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേത് രീതിയിലെങ്കിലും ആരെങ്കിലും വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു ആളാകാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു ജെന്റിൽ മാൻ. അതേസമയം പുള്ളി പറയാണ് ഓഫ് ബീങ് ലൈഡ് അബൌട്ട് ഡോണ്ട് ഡീൽ ഇൻ ലൈസ് ഓർ ബീങ് ഹേറ്റഡ് ഡോണ്ട് ഗീവ് വേ ഓഫ് ഹേറ്റിംഗ് ദെൻ ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ്. ഇത്രയൊക്കെ പറയാൻ പുള്ളി പറയാണ്. ഞാൻ എല്ലാം തികഞ്ഞ ഒരു പെർഫെക്റ്റ് മനുഷ്യനല്ല ഞാൻ പറയുമ്പോഴും അപ്പോഴും ഇന്ന് ഒരുപാട് ഡ്രോബാക്കുകളുണ്ട്. എല്ലാം തികഞ്ഞ പുണ്യാളിച്ചെന്നല്ല ഞാൻ എന്ന് പറയുന്ന പോലെ നോട്ട് ടോക്ക് ടു വൈസ്. ഞാൻ ഒരുപാട് അതിബുദ്ധിമാനെന്നോ ഒരിക്കൽ പോലും ഒരു എന്താണ് പുണ്യവാളനായ വ്യക്തിയാണെന്നോ ഞാൻ പറയുന്നില്ല. എല്ലാം തികഞ്ഞ വ്യക്തി ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ആം ഫീലിംഗ് ദീസ് ആർ ദ ബേസിക് ഐഡിയോളജീസ് വി ഹാവ് ടു കീപ് ടു മെയിൻറ്റെയിൻ വാട്ട് എ ഗുഡ് എന്താണ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഐഡന്റിറ്റി, ഒരു ഗുഡ് പേഴ്സണാലിറ്റി സഹായിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം തന്നെയാണ്. ദിസ് ആർ ദ കൺസെപ്റ്റ് ഓഫ് ദ പോയിറ്റ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു സ്റ്റാൻസിൽ വായിച്ച് നമുക്ക് നിർത്താം. ഇഫ് യു ക്യാൻ ഡ്രീം, നിങ്ങൾ ഡ്രീം ചെയ്യാറുണ്ട്?
ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നം കാണണം. അപ്പോൾ നടക്കാവുന്ന കാര്യങ്ങളെ സ്വപ്നം കാണാവുന്നതാണ് APJ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ബിഫോർ യു ക്രിയേറ്റ് എ ഡ്രീം ഇൻ യുവർ മൈൻഡ്, ട്രൈ ടു ചെക്ക് ദ പോസിബിലിറ്റി ഓഫ് ഹാപ്പനിങ് ദ ഡ്രീം. നടക്കാത്ത സ്വപ്നങ്ങളെ കാര്യം കണ്ടിട്ട് നമുക്ക് ഒരിക്കലും കാരണം നേടാനില്ല. അപ്പോൾ നമ്മൾ ആ സ്വപ്നങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പോലും ഉറങ്ങാൻ പോലും പറ്റത്തില്ല. ദാറ്റ് വിൽ നെവർ ലെറ്റ് us sleep എന്നാണ് APJ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഡ്രീംസ് ഉണ്ടാവണം. എല്ലാവർക്കും സ്വപ്നങ്ങളില്ലേ? ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന എല്ലാവർക്കും സ്വപ്നങ്ങളില്ലേ? സ്വപ്നങ്ങളില്ലാതെ നമ്മൾ ഒരിക്കലും, സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണല്ലോ നമ്മൾ എന്നും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആസ്പെക്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താകാൻ പാടില്ല? ഡോണ്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നങ്ങൾ നമുക്ക് ഉണ്ടാവണം, പക്ഷേ ആ സ്വപ്നങ്ങളുടെ അടിമകളായി മാറാൻ പാടില്ല. നമ്മൾ ഇതിന് അടിമയാകുമ്പോൾ നിന്ന് നഷ്ടപ്പെടും, ഫ്രീഡം നഷ്ടപ്പെടും, അല്ലേ? സ്വപ്നങ്ങൾ വേണം, അതിലൂടെ ഹാർഡ് വർക്ക് ചെയ്യുക. പക്ഷേ അടിമകളാകുമ്പോൾ ആൻഡ് യു വിൽ ലൂസ് ദ എൻറ്റയർ ഫ്രീഡം. നമ്മൾ ചെയ്യുന്ന ജോബ് പിന്നെ ഒരു സ്ലേവിന്റെ, അടിമയുടെ ജോബിനെ പോലെ ആയിപ്പോകും. ഇഫ് യു ക്യാൻ തിങ്ക്, അതുപോലെ ചിന്തിക്കാൻ, അതാണല്ലോ മനുഷ്യൻ എന്ന് പറയുന്നത്. ചിന്തിക്കാൻ പറ്റുന്നവനാണല്ലോ മനുഷ്യൻ, മനനം ചെയ്യുന്നവനാണല്ലോ മനുഷ്യൻ. ഇഫ് യു ക്യാൻ തിങ്ക്, ഡോണ്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. കാരണം ചിന്തിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ്. ചിന്തിക്കണം, പക്ഷേ 24 hours ചിന്തിച്ചു തന്നാൽ നമുക്ക് എന്ത് ചെയ്യും? അത് നല്ലതാണോ? ഈസ് നോട്ട് ഗുഡ്. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. കണ്ടോ, അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ. ട്രയംഫിന്റെ അർത്ഥം എന്താണ്? വിജയങ്ങൾ. ഡിസാസ്റ്റർ മീൻസ് ദുരന്തങ്ങൾ. ഇതൊക്കെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങൾ. എല്ലായ്പ്പോഴും നമുക്ക് വിജയിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോവാം, അല്ലേ? ചിലപ്പോൾ വിജയിക്കാം. പരാജയപ്പെടുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും അത് എൻഡാണ് എന്ന് വിശ്വസിക്കരുത്. എന്നെന്ന് പറയുമ്പോൾ വേറെ ഡെഫിനിഷൻ APJ തന്നെ പറഞ്ഞിട്ടുണ്ട്. എഫർട്ട് നെവർ ഡൈസ് എന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വിജയപരാജയങ്ങൾ നമ്മൾ ഒരിക്കലും തളർത്താൻ പാടില്ല. ഇഫ് യു ക്യാൻ മീറ്റ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ആർ. അപ്പൊ ഈ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്ന രണ്ട് കാര്യങ്ങളെ കവി എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ട്രീറ്റ് ദോസ് ആർ ഇംപോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. അതെല്ലാം കാപട്യ വേഷങ്ങൾ മാത്രമാണ്. അപ്പോ ട്രയംഫിനെയും ഡിസാസ്റ്ററിനെയും കവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? These are similar to the imposters. And if you can bear the hear the truth you have spoken. പിന്നെ നമ്മളൊരു കാര്യം പറഞ്ഞ കാര്യമായിരിക്കാം, പക്ഷെ ആൾക്കാർ അതുപോലെ സത്യസന്ധമായിരിക്കത്തില്ല ഒരാൾ പറയുമ്പോൾ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഒരുപാട് വൈകൃതങ്ങൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കേൾക്കേണ്ടി വരാം. എന്നാലും ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. നിങ്ങൾ ഒരിക്കലും അത് കേട്ട് ടെൻസ്ഡ് ആകാൻ പാടില്ല, അല്ലേ? അപ്പോൾ ആ ടെൻസ്ഡ് ആയ അർത്ഥം എന്താണ്? ആൾക്കാർ പറയുന്നതാണ് ഞാൻ എന്ന് പറയുന്നത് പോലെ ആയി പോകത്തില്ലേ? ഡോണ്ട് ലൂസ് യുവർ ടെമ്പർ. ആൻഡ് ഇഫ് യു ക്യാൻ ബെയർ മീൻസ് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ സഹിക്കുക എന്നാണ്. ദ ട്രൂത്ത് യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയ്വ്സ്. കാരണം ഈ കള്ളന്മാർ എന്ത് ചെയ്യും? ആ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ മറ്റൊരാളോട് പറയുമ്പോൾ വളച്ച് ഒടിച്ചൊക്കെ പറയത്തില്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവത്തില്ലേ? അതൊന്നും നിങ്ങൾ ഒരിക്കലും കാര്യമാക്കരുത്. And make a trap for fools or watch the things you have gave your life. അല്ലേ? അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ നേടിയ കാര്യങ്ങളെല്ലാം ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ എന്തിപ്പെടും? അതെല്ലാം ബ്രോക്ക് ചെയ്ത് പോകും, നഷ്ടപ്പെട്ടു പോകും. ആൻഡ് സ്റ്റോപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വെയർ ഔട്ട് ദ ടൂൾസ്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത അതാണ് ടൂൾസ് എന്ന് പറയുന്നത്. ആ ഹാർഡ് വർക്ക് കൊണ്ടായി നമ്മൾ ഏതെങ്കിലും കാര്യം എത്തിച്ചേർന്നിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? ആ ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങൾ ഒരു പ്രത്യേക ലെവലാകുമ്പോൾ എന്തിവിടും? എല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് താഴേക്ക് വീണാൽ പോലും നിങ്ങൾ ഡിസപ്പോയിന്റ് ആവരുത്. എവിടെ നിന്നാണോ വീണത് അവിടുന്ന് വീണ്ടും ചെയ്യണം. സെയിം ടൂൾസ്, ദാറ്റ് മീൻസ് ഹാർഡ് വർക്ക് ആയിരിക്കും. ആ സെയിം ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ചെയ്യണം, അതിനെ വീണ്ടും എത്തിക്കണം, അല്ലെ? ഒരുപാട് ഇന്ററപ്ഷൻസ് വരാം ഓൺ ദ വേ. അവയൊക്കെ ഫേസിൽ മാത്രമേ യു ക്യാൻ റീച്ച് ഫൈനൽ ഡെസ്റ്റിനേഷൻ കോൾഡ് സക്സസ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഏത് പ്രതിബന്ധങ്ങളെയും ഏത് നെഗറ്റീവ്സിനെയും പോസിറ്റീവ്സിനെയും എല്ലാം ബോൾഡായി ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കണം ആരെന്ന് പറയുന്നത് ഒരു ജെന്റിൽ മാൻ. ഇത് മനസ്സിലായോ? ഇപ്പൊ അവസാനം പറഞ്ഞിട്ട് ഒന്നുകൂടെ പറയാം, അതിന്റെ മലയാളം എന്ന് പറഞ്ഞത്. ഒരു ഉത്തമനായ മനുഷ്യ സ്വപ്നം കാണും, പക്ഷേ സ്വപ്നങ്ങൾക്ക് വേണ്ടി അയാൾ എന്താകാൻ പാടില്ല? ബലിയാടാകാൻ പാടില്ല. അതുപോലെ തന്നെ ചിന്തിക്കണം, പക്ഷെ ചിന്തകൾ മാത്രമാക്കാൻ പാടില്ല പുള്ളിയുടെ എന്താണ് അവസ്ഥ. അതുപോലെ തന്റെ വാക്കുകളെ പലരും ദുരുപയോഗം ചെയ്തിരിക്കാം, മോശമായി പറഞ്ഞിരിക്കാം. അത് കേട്ടിട്ട് പോലും പുള്ളി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വറീഡാകാൻ പാടില്ല. അപ്പോൾ ആൾക്കാർ നമ്മൾ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങളെ വളച്ചൊടിച്ച് പറയുന്ന കുറേ ശീലങ്ങളായിരിക്കും.
ബട്ട് ഡോണ്ട് ബി ബോതേഡ് അബൌട്ട് ദാറ്റ് വൺ. ഇതൊക്കെ പലരെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ട്രാപ്പുകൾ മാത്രമായിരിക്കും, കെണികൾ മാത്രമായിരിക്കും പറയുക. അപ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ എഫർട്ടുകളും, ജീവിതം മുഴുവൻ നമ്മൾ ചെയ്ത എഫർട്ടുകളും എല്ലാം നശിച്ചിരിക്കാം. ബട്ട് ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്. എവിടെ നിന്നാണ് പരാജയം ഉണ്ടായത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് യു ഹാവ് ടു റീകൺസ്ട്രക്ട് ഓൾ ഡ്രീംസ് അഗെയിൻ. അങ്ങനെ ഡ്രീംസിനെ റീകൺസ്ട്രക്ട് ചെയ്യുന്ന ആൾ കൂടി ആകണം ആരെന്ന് പറയുന്നത് ഒരു ജെന്റിൽമാൻ. അപ്പൊ ഇത്രയും ക്വാളിറ്റികളാണ് ഒരു ജെന്റിൽമാൻ ഉണ്ടായിരിക്കേണ്ടതെന്ന് ജോസഫ് റുഡ്യാർഡ് കിപ്ലിംഗ് ആദ്യത്തെ 2 സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പിടിയോ? നല്ലപോലെ വായിക്കണം. പോയം വായിച്ചിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളണം കേട്ടോ. അതൊരിക്കലും ഒരു കോംപ്രമൈസ് പാടില്ല. If you are getting with the right attitude and right thing, try to install in your mind. നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെ ഇനി അടുത്തൊരു എപ്പിസോഡ് എന്ത് ചെയ്യപ്പെടും? ഇതിന്റെ ബാക്കി കാര്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ എന്തേ മാറണം? ആൻഡ് യു ഷുഡ് ബി ആൾസോ എ ഗ്രേറ്റ് ജെന്റിൽമാൻ ഓഫ് അവർ ക്ലാസ് റൂം. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ നിർത്തട്ടെ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം. ഓക്കെ, നല്ലപോലെ വായിക്കണം. പോയമാണ്. ആൻഡ് സ്ട്രക്ചറും ലാംഗ്വേജും ക്ലോസ് പോലെയല്ല, സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. റിഥമിക്കൽ വായിക്കാൻ പറ്റിയ പോലും അത് വായിച്ച് എന്ത് ചെയ്യണം? ഫീൽ ചെയ്യണം. ബാക്കി കാര്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. സീ യു ലേറ്റർ.